നട തുറന്ന 5-ാം ദിവസമായ ബുധനാഴ്ച ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക്. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. പുലർച്ചെ പെയ്ത കനത്ത മഴ ഭക്തരുടെ മലകയറ്റത്തെ സാരമായി ബാധിച്ചെങ്കിലും സന്നിധിയിലെ തിരക്കിന് കുറവുണ്ടായില്ല. പമ്പയിലും മഴയുണ്ടായിരുന്നു. കടകളിൽ പരിശോധനയും സുരക്ഷയും അധികൃതർ ശക്തമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച 60,000-ഓളം പേരാണ് ദർശനം നടത്തിയത്. ബുധനാഴ്ചത്തേക്ക് 70,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. കൂടാതെ സ്പോട്ട് ബുക്കിംഗും ഉണ്ട്. 1 മിനിറ്റിൽ ബുധനാഴ്ച 80 പേരെ 18-ാം പടി കയറ്റുന്നുണ്ട്. പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് സന്നിധാനവും പരിസരവും. അതേസമയം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ചില മോഷണ സംഘങ്ങളെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. മറ്റുള്ളവരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. അയ്യപ്പ ഭക്തർ മൊബൈൽ ഫോണുകളും പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും സൂക്ഷിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ശബരിമല സന്നിധാനത്തും പരിസരത്തുമുള്ള കടകളിൽ പ്രത്യേകമായി രൂപവൽക്കരിച്ച സംയുക്ത സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾക്ക് 77,000 രൂപ പിഴ ഈടാക്കി. ഹോട്ടലുകളിലെ ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ്, പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റ് SL സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംയുക്ത പരിശോധന നടത്തിയത്. ഹോട്ടലുകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. കൂടുതൽ ഹോട്ടലുകളിലും ഹെൽത്ത് കാർഡ് ഉള്ളവരാണ് പ്രവർത്തിക്കുന്നത്. അല്ലാത്തിടങ്ങളിൽ ഹെൽത്ത് കാർഡ് കാണിക്കുന്നതിന് 2 ദിവസം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ പരാജയപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. റവന്യൂ, ലീഗൽ മെട്രോളജി, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യവകുപ്പ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് സംയുക്ത പരിശോധനാ സംഘത്തിലുള്ളത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.